സത്യം പറയട്ടെ, ഒരു ലോട്ടറി അടിച്ച സന്തോഷമുണ്ട് മനസ്സിൽ. ഈ മുഖം അത് പ്രതീക്ഷിച്ചാ ഞാൻ വന്നത്. അപ്പൊ എന്റെ മനസ്സറിഞ്ഞതുപോലെ ദേ മുന്നില്. നഗലേട്ടൻ വരൂ, ഞാൻ ചായ എടുക്കാം. ഏയ്, ധൃതിയൊന്നും വേണ്ട. എനിക്ക് ചായയേക്കാൾ പ്രാധാന്യം തന്നോട് സംസാരിക്കുന്നതാ. അല്ല, ഞാൻ വേദനയൊക്കെ മാറിയല്ലോ അല്ലേ? അതൊക്കെ മാറി. സത്യം പറയാലോ, ഗംഗയ്ക്ക് വയ്യാതിരുന്ന സമയം ഞാൻ അനുഭവിച്ച വേദന എന്തായിരുന്നു എന്ന് ആർക്കും മനസ്സിലാവില്ല. അന്നാ ഞാൻ ഗംഗയെ ഇത്ര സ്നേഹിക്കുന്നുണ്ടെന്ന് അറിഞ്ഞത്. അതിനെനിക്ക് അത്ര വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എന്തിനാ വലുത്? ഈ ശരീരത്തിൽ ഒരു ഉറുമ്പ് കടിക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല. ഗംഗയ്ക്ക് ഞാനൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. സ്പെഷ്യൽ സീഡ്സാ, ഗംഗയ്ക്ക് വേണ്ടി മാത്രം വാങ്ങിയതാ. ഇതൊന്നും വേണ്ടായിരുന്നു. വേണം. ഈ ലോകത്തിൽ എന്തൊക്കെ സ്പെഷ്യൽ ഉണ്ടോ അതൊക്കെ ഗംഗയ്ക്ക് വാങ്ങിത്തരണമെന്നാ എന്റെ ആഗ്രഹം. ഞാനിപ്പോ തന്ന ഈ സ്വീറ്റ്സ് ഇല്ലേ, അതിനേക്കാൾ സ്വീറ്റ് ഗംഗ. എന്താന്നും മിണ്ടാത്തെ? ഞാൻ എന്ത് പറയാനാ? പൊതുവെ എനിക്ക് മധുരം വലിയ താല്പര്യമില്ല. നിന്നെ കണ്ടതിൽ പിന്നെ എനിക്കും മറ്റൊന്നിനോടും ഒരു താല്പര്യമില്ല. ഇപ്പോ എന്റെ ഊണിലും ഉറക്കത്തിലും ഗംഗ മാത്രമേ ഉള്ളൂ. എന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഗംഗയിലേക്ക് ഒതുങ്ങുന്ന പോലെ. നഗലേട്ടൻ ഇരിക്കേ, ഞാൻ ചായ എടുത്തിട്ട് വരാം. എന്താ, നാണം വരുന്നുണ്ടോ? എന്റെ മുന്നിൽ നിന്ന് പോകാൻ ധൃതിയുള്ളതുപോലെ. ഏയ്, അങ്ങനൊന്നുമില്ല. വന്നിട്ട് വെള്ളം പോലും തന്നില്ലല്ലോ, അതുകൊണ്ട് പറഞ്ഞതാ. എങ്കിൽ ചെല്ല്. ഗംഗയുടെ ഇഷ്ടത്തിന് മാറാനാ ഇനി എന്റെ തീരുമാനം. ചായയോ കാപ്പിയോ വെള്ളമോ എന്തായാലും എടുത്തോ. നിന്റെ കൈകൊണ്ട് എന്ത് തന്നാലും അതെനിക്ക് അമൃത ഗംഗേ. പിന്നെ മധുരം ഇഷ്ടമല്ലെങ്കിലും ഇതിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ഗംഗ തന്നെ ആദ്യം എടുത്ത് കഴിക്കണം. അത്രയ്ക്ക് ആഗ്രഹിച്ച് ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതാ. അതെന്ത് ചോദ്യ ശ്രേയ? ഇത് നമ്മുടെ വീടല്ലേ. ഇവിടെ ഞാൻ ഇടയ്ക്കെങ്കിലും ഒന്ന് വരണ്ടേ? നമ്മുടെ വീടോ? അതേത് വകയിൽ? എന്റെ ഭാര്യയാകേണ്ട പെൺകുട്ടി താമസിക്കുന്ന വീട് എനിക്ക് എന്റെ സ്വന്തം വീട് പോലെ തന്നെയാ. ഓഹോ, അങ്ങനെയാണോ? അവള് തന്നെ ഇവിടെ അഭയാർത്ഥിയാ. ആ ബന്ധത്തില് നീയും അവകാശം പറയുവാണോ? പിന്നെ പറഞ്ഞാലെന്താ? ഗംഗ ഇവിടുത്തെ വെറും വേലക്കാരി ഒന്നുമല്ലെന്ന് എനിക്കറിയാം. അങ്ങനൊരു വേലക്കാരി മാത്രമാണ് അവളെങ്കില് അവളെ ഒഴിവാക്കാൻ നീ എന്ത് സഹായം തേടുവോ? നകുൽ, വേണ്ട. നീ ലിമിറ്റ് വിടുന്നുണ്ട്. ഇത് നിനക്ക് നല്ലതിനല്ല. അല്ല ശ്രേയ, നീയാണ് ലിമിറ്റ് വിടുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നതിന്റെ കാര്യവും കാരണവും തിരക്കേണ്ട കാര്യം നിനക്കില്ല. അതെങ്ങനെ ശരിയാവും? ഞാൻ അറിയാതെ നീ പലതും പ്ലാൻ ചെയ്തില്ലേ? നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനായ സ്ഥിതിക്ക് അതൊക്കെ എന്നെ കൂടെ ബാധിക്കും. ശരിയാ, നീയാ എന്നെ ഇവിടെ കൊണ്ടുവന്നത്. ആ നന്ദിയുടെയും സ്നേഹത്തിന്റെയും പുറത്ത് തന്നെയാ ഞാൻ നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞത്. പക്ഷെ നീ ലിമിറ്റ് വിട്ടാ ശ്രേയേ, നിനക്ക് ഈ നകുലിനെ അറിയില്ല. നീ കാണുന്ന ലോക്കൽ ഗുണ്ടകളെ പോലെ അല്ല നകുൽ. ഇതാള് വേറെയാ. തൊട്ടാൻ നിന്റെ കൈ പൊള്ളും. ഈ കൈലാസത്തിൽ കയറി നിന്ന് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് സാധിക്കുന്നത് ഞാൻ കാരണമാണെന്നുണ്ടെങ്കിൽ നിന്നെ നിലയ്ക്ക് നിർത്താനും എനിക്കറിയാം. മോളെ ശ്രേയേ, നീ ആരാണെന്നാ നിന്റെ വിചാരം? ഈ ഇട്ടാവെട്ടത് കടന്ന് നീ കളിക്കുന്ന കണ്ണുകെട്ടിക്കളിയാണ് ഏറ്റവും വലിയ കളിയെന്ന് നിനക്കൊരു ധാരണയുണ്ടെങ്കില് അത് വെറുതെയാ മോളെ. നിന്നെ ഞാൻ
ദേ ആ തൊള്ള വരുന്നുണ്ട്. എന്റെ തനി സ്വഭാവം അവരറിയണ്ട. ആ ഓർമ്മ നിനക്കാണ് ഉണ്ടാവേണ്ടത്. നകുൽമോനോ ഇതെപ്പോഴാ വന്നത്? ഞാൻ ദാ ഇപ്പൊ വന്നതേ ഉള്ളൂ മുത്തശ്ശി. വന്നപ്പോഴേ ഗംഗയെ കണ്ടു. ആ അവളോട് സംസാരിച്ചിട്ട് ഇരിക്കാൻ തുടങ്ങിയപ്പോ ശ്രേയ വന്നു. പിന്നെ ഞാൻ ശ്രേയയോട് ഓരോ വിശേഷങ്ങൾ പറഞ്ഞു നിൽക്കുകയായിരുന്നു. അതേ മുത്തശ്ശി, ഈ നകുലിനോട് സംസാരിച്ചാ നേരം പോകുന്നതേ അറിയില്ല. എല്ലാ വിഷയത്തെക്കുറിച്ചും നല്ല അറിവാണല്ലോ. അത് ശരിയാ. മോനെ ആദ്യം ക്ഷേത്രത്തിൽ വെച്ച് കണ്ടപ്പോഴേ എനിക്കത് മനസ്സിലായതാ. സത്യം പറഞ്ഞ മോന്റെ അന്നത്തെ സംസാരം ഒന്ന് തന്നെയാ എന്റെ ഗംഗയ്ക്ക് വേണ്ടി മോനെ ആലോചിക്കാൻ കാരണമായത്. അതേതായാലും നന്നായി. ഗംഗയുടെ ഭാഗ്യം തന്നെയാ നകുലിനെ പോലൊരു പയ്യനെ കിട്ടിയത്. അത് ശ്രേയക്ക് തെറ്റി. ഗംഗയല്ല, ഞാനാണ് ഭാഗ്യം ചെയ്തത്. അതല്ലേ ഇതുപോലൊരു മുത്തശ്ശിയെയും തങ്കം പോലുള്ള ഗംഗയും എനിക്ക് കിട്ടിയത്. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടന്നു കാണുമെന്ന പ്രാർത്ഥനയെ എനിക്കിപ്പോ ഉള്ളൂ. ഇനി എന്തിനത് വൈകുന്നത്? ഉടനെ ആ വിവാഹം അങ്ങ് നടത്തിക്കൂടെ മുത്തശ്ശി? ഉടനെ നടത്താം. ആ ദിവസത്തിനായ ഞാനും കാത്തിരിക്കുന്നത്. നമ്മുടെ എല്ലാ ആഗ്രഹം പോലെ ഭംഗിയായി ഈശ്വരൻ ആ വിവാഹം നടത്തി തരും മോനെ. എങ്കി പിന്നെ നിങ്ങൾ സംസാരിക്കും, ഞാൻ അകത്തേക്ക് ചെല്ലട്ടെ. ശരി ശ്രേയ. ആ മുത്തശ്ശിക്ക് സുഖമല്ലേ? മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് മോനെ. മനസ്സിന്റെ സന്തോഷം കൊണ്ടാണെന്ന് തോന്നുന്നു. ഇപ്പോ ഒരാരോഗ്യ പ്രശ്നങ്ങളും ഇല്ല. ഔ, ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു. മുത്തശ്ശിക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം പോലും ഇല്ല. മോൻ വാ, മുത്തശ്ശി ചായ എടുക്കാം. ആ ഗംഗ ചായ എടുക്കാനാണെന്ന് തോന്നുന്നു പോയത്. അതിനെന്താ, നമുക്ക് അകത്തേക്ക് പോകാം. വാ. ആ. എന്താടി മോളെ, നീ ഇഞ്ചി കടിച്ച അണ്ണാനെ പോലെ നിൽക്കുന്നേ? ഒന്നുമില്ലമ്മേ. നീ കാര്യം പറ, എന്താ ഉണ്ടായേ? അല്ലമ്മേ, നമ്മളായിട്ട് കടിക്കുന്ന പാമ്പിനെ എടുത്ത് കഴുത്തിലിട്ടോന്നൊരു സംശയം. പാമ്പോ? പിന്നെയും വന്നോ ഇത്? എവിടെ? ഓ എന്റെ അമ്മേ, ഞാൻ ആ നകുലിന്റെ കാര്യം പറഞ്ഞതാ. ഓ അതാണോ? അവനെന്താ പറ്റിയേ? ഒന്നും പറ്റിയില്ല. പക്ഷേ അവന്റെ വരവും സംസാരവും എനിക്കത്ര പിടിക്കുന്നില്ല. നീ എന്താന്ന് വെച്ചാ തെളിച്ചു പറ. അമ്മേ, നമ്മളല്ലേ അവനെ ഇവിടെ കൊണ്ടുവന്നത്? നമ്മളല്ല, നീ. നീ ഒറ്റയ്ക്ക് അവനെ ഇങ്ങോട്ട് കൊണ്ടുവന്നേ. അതെ, എല്ലാം എന്റെ തെറ്റാ. ആ ഗംഗ എവിടുന്ന് ഒഴിവാക്കാൻ എന്റെ മുന്നിൽ അപ്പൊ അങ്ങനെ ഒരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവനത് മിസ്യൂസ് ചെയ്യണമെന്ന് എനിക്കൊരു പേടി. എന്താ സംശയം? ഉറപ്പായിട്ടും അവനത് ചെയ്യും. അവനെ ആദ്യം കണ്ടപ്പോഴേ എനിക്കത് തോന്നിയതാ. ഇന്ന് അവൻ എന്നോട് വരെ ചൂടായി സംസാരിച്ചു. ഞാനായിട്ട് ഈ വീട്ടിൽ കയറ്റിയവൻ രഹസ്യമായിട്ട് മറ്റു പല ഇടപാടുകളും നടത്തുന്നു. അത് സൂക്ഷിക്കണം. എടുത്തു ചാടി ഓരോന്ന് ചെയ്യുമ്പോ ഓർക്കണമായിരുന്നു. ഇപ്പൊ കണ്ടോ? ഇനി നാളെ അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയാലും നമ്മൾ ഉത്തരവാദിത്തം പറയേണ്ടി വരും. അതെ, അവൻ ഞാൻ വിചാരിച്ചതിനേക്കാളും അപകടകാരിയാ. ഇപ്പൊ ഇനി ആലോചിച്ചിട്ട് എന്താ കാര്യം? എടുത്തു ചാടുന്നതിന് മുമ്പ് എന്നോടൊരു വാക്ക് ചോദിക്കായിരുന്നില്ലേ? അപ്പൊ അഹങ്കാരം അനുഭവിച്ചോ? ഇത് അമ്മയോട് പറയാൻ വന്ന എന്നെ പറഞ്ഞാ മതിയല്ലോ. പറയാതിരിക്കാൻ മേലായിരുന്നോ? അതല്ലേ ഇതിനു മുന്നേ ചെയ്തത്. ചില സമയം നീ എന്റെ മോള് തന്നെയാണോന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഒരു വകതിരിവും കാണിക്കില്ല. അമ്മ ഒന്ന് മിണ്ടാതിരിക്കോ? ഒരബദ്ധം എല്ലാവർക്കും പറ്റും. അത് ശരിയാ. പക്ഷെ ഒന്നല്ലല്ലോ നിനക്ക് പറ്റിയത്. ദേ അമ്മേ, തലയ്ക്ക് തീ പിടിച്ചിരിക്കുമ്പോ തമാശ പറയല്ലേ. ഇത് തന്നെത്താനെ ഇട്ട തീയല്ലേ? തനിയെ തന്നെ കെടുത്തിക്കും. ഞാൻ പോവാ. ദേ, അവൻ നമ്മൾ കരുതുന്നതിനേക്കാളും വിഷമാ. നീ സൂക്ഷിക്കണം. അമ്മേ, ഞാനൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോ എന്നെ എങ്ങനെ ഇട്ടിട്ട് പോവല്ലേ അമ്മേ? അമ്മ അല്ലാതെ എന്നെ ആരാ ഈ സമയത്ത് സഹായിക്കാൻ? എന്റെ ശക്തി എന്റെ അമ്മയാ. ആ
ഒരു ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറയാതെ ഈ തോന്നിവാസം കാണിക്കുമായിരുന്നോ? ഇനി അത് പറയല്ലേ അമ്മ. ക്ഷമിക്ക്, ഞാൻ വേണേ അമ്മയുടെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട. നിന്റെ നന്മയെ കരുതിയാ ഞാൻ ഓരോന്ന് പറയുന്നേ. മോളെ, ആ നകുൽ എന്ന സാധനം ഇവിടെ എന്തൊക്കെ നാശം കാണിച്ചു. ആ പാമ്പിനെ കൊണ്ടുവന്നിട്ടേ ചില്ലറ കളിയാണ് ഇവിടെ കളിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായേ? ആ പാമ്പ് കയറി മഹിയെ കടിച്ചു. ഭാഗ്യത്തിനാ മഹി രക്ഷപ്പെട്ടെ. മഹിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ഭാഗ്യത്തിനാ മഹി രക്ഷപ്പെട്ടെ. മഹിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആർക്കാ നഷ്ടം? നമുക്കല്ലേ? അതെ, അതൊക്കെ എനിക്കും അറിയാം. അതല്ലേ എന്റെയും ടെൻഷൻ. ഇപ്പൊ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നതേ മാളൂനെയാ. മാളൂന് എന്തെങ്കിലും പറ്റിയ ബാധിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാ. മാളൂന് വേണ്ടിയാ മഹി വിവാഹത്തിന് തന്നെ തയ്യാറാവുന്നേ. അല്ലാതെ അവന് നിന്നോടൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. അമ്മ പിന്നെ ഓരോന്നോരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഇതിനൊരു പരിഹാരം പറഞ്ഞതാ. ഇപ്പതേ അവൻ എന്തൊക്കെയോ പുതിയ പദ്ധതിയായിട്ട് നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു പരിഹാരേ ഉള്ളൂ. അവന്റെ മേൽ നമ്മളൊരു കണ്ണു വെക്കുക. നമുക്ക് ദോഷം ഉണ്ടാകുന്നത് എന്തെങ്കിലും അവന്റെ ഭാഗത്തുനിന്നുണ്ടായാ അത് തടയുക. തൽക്കാലം അതേ രക്ഷയുള്ളൂ. അതെ, അല്ലെങ്കിലും അവൻ നല്ലൊരു നടനാ. ആ മുത്തശ്ശിക്ക് അവനെ ഇപ്പൊ ഭയങ്കര വിശ്വാസമാ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാലും അത് നടക്കില്ല. പിന്നെ ഒരാശ്വാസമുണ്ട്. നീ അന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഗൗരി അവനെ നോട്ടം ഇട്ടിട്ടുണ്ട്. മഹിക്കോ മാളൂനോ ഗംഗയ്ക്കോ ദോഷമായിട്ട് എന്തെങ്കിലും വരുമെന്ന് ഗൗരിക്ക് തോന്നിയ അവന്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ശരിയാ. അന്നെന്തോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. അതാ ഞാൻ പറഞ്ഞു, നമുക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിൽ അവന്റെ പ്രവൃത്തികൾ മാറിയ നമുക്ക് ഈ വീടിന്റെ പല ഭാഗത്തു നിന്നും അതങ്ങ് വിളിച്ചു പറയാം. അത് ഗൗരി കേട്ട് വേണ്ടത് ചെയ്തോളും. ഒന്ന് പോ അമ്മേ. ഗൗരി അമ്മ പറയുന്നത് നോക്കിയിരിക്കുമല്ലേ. നീ വിശ്വസിക്കണ്ട. അനുഭവം വരുമ്പോ മനസ്സിലാവുമല്ലോ. അത് മതി. പിന്നെ മോളെ, അമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അവന് ഗംഗയും നീയൊക്കെ ഒരുപോലെയാ. ഗംഗയെ വിൽക്കാൻ നോക്കുന്നിടത്ത് നിന്നെ കൂടി കൊണ്ടുപോയി കൊടുക്കാൻ അവന് തോന്നിയ തീർന്നു. പേടിപ്പിക്കാതെ അമ്മേ. അമ്മ അന്നിത് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അത് എന്നെ പറയാതെ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. മോനെ കുടിക്ക. മുത്തശ്ശി കുടിക്കുന്നില്ലേ? ഞാൻ കുറച്ചു മുമ്പ് ചായ കുടിച്ചതേ ഉള്ളൂ. കുടിക്കും മോനെ. നല്ല ചായ. ഗംഗ എടുത്തതാ. അവള് ചായയായിട്ട് വരാൻ തുടങ്ങിയപ്പോഴാ ഞാൻ അങ്ങോട്ട് ചെന്നത്. അപ്പൊ തന്നെ എന്നെ ഏൽപ്പിച്ചു. എന്നിട്ട് ഗംഗ എവിടെ? അവൾക്ക് നകുലിന്റെ അടുത്തേക്ക് വരാൻ ചെറിയ നാണമൊക്കെയുണ്ട്. മോനറിയാലോ, ഇപ്പോഴത്തെ പെൺകുട്ടികളെ പോലെയുള്ള ഒരു കുട്ടിയല്ല ഗംഗ. ശുദ്ധ നാട്ടുംപുറത്തുകാരിയാ. അതിന്റെ ചില പോരായ്മകളും ഉണ്ട്. അതിലെനിക്ക് സന്തോഷമേ ഉള്ളൂ. ഞാൻ എന്റെ സങ്കല്പത്തിൽ കണ്ട എല്ലാ ഗുണങ്ങളും ഉള്ള ഒരു പെൺകുട്ടിയാ ഗംഗ. ഇനി മോൻ വേണം എന്റെ മോളുടെ പേടിയും ഈ ഉൾവലിയുന്ന സ്വഭാവമൊക്കെ മാറ്റിയെടുക്കാൻ. പിന്നെ ഒന്നുണ്ട്, അവളുടെ ഈ രീതിക്ക് ഗംഗയെ കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ അവളെ ഇങ്ങനെ ആക്കിയത്. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിനടി പൊത്തിക്കൊണ്ട് നടക്കില്ലേ, അതുപോലെയാ ഞാൻ എന്റെ കുഞ്ഞിനെ കൊണ്ടു നടന്ന് വളർത്തി വലുതാക്കിയത്. ഗംഗയുടെ അച്ഛനും അമ്മയും കൂടി പോയപ്പോ എനിക്ക് അവള് മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ. എനിക്ക് മുത്തശ്ശിയെ മനസ്സിലാവും. ഞാൻ കണ്ടെടുത്തോളം ഗംഗയിൽ നല്ല ഗുണങ്ങൾ മാത്രമേ ഉള്ളൂ. ഏതൊരാണും ഭാര്യയാക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ ഗുണങ്ങളും അവൾക്കുണ്ട്. ശ്രേയ പറഞ്ഞതുപോലെ ഇനി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ വിവാഹം നടത്തണം. എന്റെ കുഞ്ഞിനെ മോന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് വേണം
എനിക്കൊരു തീർത്ഥാടനത്തിന് പോകാൻ. ആ ഗംഗയുടെ എന്റെ വിവാഹം പെട്ടെന്ന് നടത്തുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് മുത്തശ്ശി ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവണം. ആ, തീർത്ഥാടനവും ക്ഷേത്ര ദർശനവും എല്ലാം പിന്നെ നമ്മൾ ഒരുമിച്ചാ. അതല്ല മോനെ, ഗംഗയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ച് ഈശ്വരന്മാരെ എല്ലാം പോയി കാണണം. ഏതെങ്കിലും ക്ഷേത്ര സന്നിധിയിൽ ബാക്കിയുള്ള കാലം കഴിയണം. അതാ എന്റെ ആഗ്രഹം. ആ, അതൊന്നും നടക്കില്ല മുത്തശ്ശി. മുത്തശ്ശിയുടെ എല്ലാ ആഗ്രഹങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ വിട്ടൊരു പോക്ക് അത് മാത്രം നടക്കില്ല. ഞാൻ നിർബന്ധം പിടിക്കുന്നില്ല. എല്ലാം മോന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ. എന്റെ ഗംഗയെ നീ പൊന്നുപോലെ നോക്കിയാൽ മാത്രം മതി. ആ കാര്യത്തിൽ മുത്തശ്ശിക്ക് ഒരു സംശയവും വേണ്ട. ഗംഗയെ ഞാൻ എന്റെ പ്രാണനെ പോലെ തന്നെ സ്നേഹിക്കും. ആ ഞാനിപ്പോ വരാം മുത്തശ്ശി. ഹലോ, എന്തായി? പറഞ്ഞ പോലെ കാര്യങ്ങൾ നടക്കുവോ? നിങ്ങൾ പറഞ്ഞതുപോലെ വൈകിട്ട് ഞാൻ ഗംഗയെ പുറത്തെത്തിക്കാം. വണ്ടി രാത്രി 12 മണി കഴിയുമ്പോൾ വിട്ടേക്ക്. എളുപ്പമല്ലെന്ന് പറഞ്ഞിട്ട് എങ്ങനെ ചെയ്യും? അതൊക്കെ എന്തിനാ നിങ്ങൾ അറിയുന്നേ? നിങ്ങൾക്ക് കാര്യം നടന്നാ പോരെ? മതി. പക്ഷേ വിളിച്ചു വരുത്തി ചതിക്കാനാണ് ഉദ്ദേശമെങ്കിൽ അറിയാലോ ബോസിനെ. ഞാനെന്താ ആദ്യമായിട്ടാണോ നിങ്ങൾക്ക് വേണ്ടി വർക്ക് ചെയ്യുന്നേ? നകുലിന്റെ വാക്ക് വിശ്വസിക്കാം. പക്ഷേ അതുവരെ നിങ്ങൾ എന്നെ വിളിക്കാൻ പാടില്ല. ഛേ, വിളിക്കാതെ കാര്യങ്ങൾ എങ്ങനെ അറിയാനെന്നോലെ? പ്ലീസ് എന്റെ സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കുക. ഒന്നാമത് പലർക്കും എന്നെ പൂർണ്ണമായിട്ടും വിശ്വാസമില്ല. നമ്മൾ സംസാരിക്കുന്ന ആരെങ്കിലും കേട്ടാ അതോടെ തീർന്നു. പിന്നെ ഗംഗ എന്നൊരു കാര്യം മറക്കേണ്ടി വരും. നിങ്ങൾ ബോസിനെ പറഞ്ഞ് മനസ്സിലാക്കുക. വൈകിട്ട് ഞാൻ എങ്ങനെയും ഗംഗയെ വണ്ടിക്കടുത്ത് എത്തിക്കും. രാത്രി 12 മണി വരെ ഞാൻ ക്ഷമിക്കും. അതിനുള്ളിൽ പ്രോഗ്രാമിന് എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ മാറ്റം വരില്ല. ഇനി അഥവാ എന്തുണ്ടായാലും കോള് വേണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഞാൻ തിരിച്ച് കോണ്ടാക്ട് ചെയ്തോളാം. ഓക്കെ, അങ്ങനെ ചെയ്യാം. ആ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ രാത്രി 12 മണി. ഒരു എമർജൻസി കോളായിരുന്നു, അതുകൊണ്ട് എടുക്കേണ്ടി വന്നത്. അതൊന്നും സാരമില്ല. ചായ തണുത്തൂന്ന് തോന്നുന്നു. ഞാൻ ചായ വേറെ എടുക്കാം. അയ്യോ, അതൊന്നും വേണ്ട മുത്തശ്ശി, ഇത് തന്നെ ധാരാളം. എന്റെ ഗംഗയുടെ കൈ കൊണ്ടിട്ട ചായയല്ലേ, ടേസ്റ്റ് ഇരട്ടിക്കും. എങ്കിൽ പിന്നെ ഞാൻ ഇറങ്ങട്ടെ മുത്തശ്ശി. നേരം സന്ധ്യയായല്ലോ. ശരി മോനെ, ഇടയ്ക്ക് വരണം. അത് പിന്നെ പറയണം മുത്തശ്ശി. ശരീരം കൊണ്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നുള്ളൂ. മനസ്സ് ഇവിടെ തന്നെയാ. ഗംഗയെ വിളിക്കണോ മോനെ? വേണ്ട മുത്തശ്ശി, അവളുടെ മുഖം പച്ച കുത്തിയതുപോലെ എന്റെ മനസ്സിലുണ്ട്. പിന്നെന്താ? എന്നാ ശരി. എനിക്ക് ശരി മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാം. ശരി മോനെ. ആ ഗംഗയോട് പറഞ്ഞേക്ക്. അവളെ ഒന്നുകൂടെ കണ്ട് യാത്ര പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ സാരമില്ല. ഞാൻ വിളിക്കണോ? ആ വേണ്ട, അവളെ ബുദ്ധിമുട്ടിക്കണ്ട. ഞാൻ ഇറങ്ങാം. ആ എന്താണെന്നറിയില്ല, ചെറിയൊരു ദൂരമാണെങ്കിലും ഇവിടെ വന്നിട്ട് പോകുമ്പോ മനസ്സിനൊരു വല്ലാത്ത വിഷമം പോലെയാ. പ്രിയപ്പെട്ട എന്തോ വെച്ചിട്ട് ഒറ്റയ്ക്ക് പോകുന്ന ഒരു ഫീല്. അത് നിന്റെ മനസ്സില് ഗംഗയോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ട് തോന്നുന്നതാ മോനെ. ആയിരിക്കും. എങ്കിൽ പിന്നെ ശരി മുത്തശ്ശി. പോയിട്ട് വാ.
ശ്ശേ, എന്ത് കഷ്ടോ ഇത്. ഇതിപ്പോ സ്ഥിരം ഒരു പരിപാടിയായല്ലോ. നാശം പിടിക്കാൻ. എന്തു പറ്റി മോനെ? എന്താന്നറിയില്ല മുത്തശ്ശി, വണ്ടി സ്റ്റാർട്ടാവുന്നില്ല. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യും? നേരെ ഒരുപാടാവുകയും ചെയ്തു. മോൻ വിഷമിക്കാതെ വർക്ക്ഷോപ്പിലേക്ക് വിളിച്ചു പറ. അവര് വന്ന് ശരിയാക്കുന്നത് വരെ മോൻ ഇവിടെ നിൽക്കാലോ. ആ, അത് എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ലേ മുത്തശ്ശി? എന്ത് ബുദ്ധിമുട്ട്? ഗംഗയുടെയും മോന്റെയും വിവാഹം ഉടനെ നടക്കാനിരിക്കയല്ലേ. വിവാഹം കഴിഞ്ഞാൽ ഗംഗയെ പോലെ തന്നെ സ്ഥാനം മോനും ഇവിടെ ഇല്ലേ? അതല്ല മുത്തശ്ശി, മറ്റുള്ളവർക്ക് എന്തെങ്കിലും തോന്നിയാലോ? ഒന്നാമത് ഇത് നിങ്ങളുടെ സ്വന്തം വീടല്ലല്ലോ. അതൊന്നും സാരമില്ല, ഞാനല്ലേ പറയുന്നത്. ശരി, മുത്തശ്ശി പറയുന്ന പോലെ തന്നെ ആവട്ടെ. ഞാൻ ആ വർക്ക്ഷോപ്പിൽ ഒന്ന് വിളിക്കട്ടെ. ആ, എന്നിട്ട് മോൻ അകത്തേക്ക് വാ. ആ